ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് ലോ ഓഫ് സപ്ലൈ. കഴിഞ്ഞ ക്ലാസ്സിൽ സപ്ലൈയുടെ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ രണ്ടാമത്തെ പോർഷനാണ് ലോ ഓഫ് സപ്ലൈ. മൈക്രോ എക്കണോമിക്സ് ആണ്. വാട്ട് ഈസ് ലോ ഓഫ് സപ്ലൈ? നമുക്കറിയാം, എ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് സപ്ലൈ. അതാണ് ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. എ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് സപ്ലൈ. പ്രൈസിന് ആനുപാതികമായിട്ട് സപ്ലൈയിൽ ഉണ്ടാകുന്ന ചേഞ്ച്. അങ്ങനെ സപ്ലൈയും അത് തമ്മിലുള്ള ബന്ധം നമ്മൾ പറഞ്ഞാണ് പ്രൈസ് ആൻഡ് സപ്ലൈ ഡയറക്റ്റ് റിലേഷനാണ്. എന്ന് പറഞ്ഞാൽ പ്രൈസ് ആൻഡ് സപ്ലൈ മൂവ്സ് ദ സെയിം ഡയറക്ഷനാണ്. പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ ഒപ്പം കൂടുന്നു, പ്രൈസ് കുറയുമ്പോൾ അതിനാനുപാതികമായിട്ട് സപ്ലൈയും കുറയുന്നു. അപ്പോൾ സെയിം ഡയറക്ഷനാണ്. സോ വാട്ട് ഈസ് ലോ ഓഫ് സപ്ലൈ? ലോ ഓഫ് സപ്ലൈ നമ്മൾ ആ ഡിമാൻഡ് പറഞ്ഞു വരുന്നുണ്ട്. When other things remaining the same, supply increases with increase in price and supply decreases with decrease in price. അതായത് പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടുകയും പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയുകയും ചെയ്യും. എപ്പോഴാണ്? when other things remaining the same. ഈ സപ്ലൈക്കകത്തിൽ അതർ തിങ്സ് എന്ന് പറയുമ്പോൾ ടെക്നോളജി ആകാം, പ്രൈസ് ഓഫ് ഇൻപുട്ട് ആകാം, ഗവൺമെൻറ്റിൻ്റെ ടാക്സ് പോളിസി ആകാം, അതല്ലെങ്കിൽ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ് ആകാം. ഇതിനെയൊക്കെയാണ് നമ്മൾ അതർ തിങ്സ് ബീയിങ് ഈക്വൽ അല്ലെങ്കിൽ അതർ തിങ്സ് റിമൈനിങ് ദ സെയിം എന്ന് പറയും. അപ്പോൾ എങ്ങനെ പറയാം ലോ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ വെൻ അതർ തിങ്സ് റിമൈനിങ് ദ സെയിം, the supply of a commodity increases with increase in price and decreases with, that means price decreases, supply decreases. അതാണ്. അപ്പോൾ when other things remain the same, supply of a commodity increases with increase in price and decreases with decrease in price. അപ്പോൾ ഒരു സെയിം മൂവ്മെൻ്റ് ആണ്, അതായത് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് സപ്ലൈ ആണ്. അതുപോലെ തന്നെ ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ, ഒരു സെല്ലർ എന്ന് പറഞ്ഞാൽ അയാൾ ഹൈ പ്രൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഹൈ പ്രൈസ് മീൻസ് ഇൻക്രീസ് ഇൻ ദ സപ്ലൈ ഓഫ് ഗുഡ്സ്, ദാറ്റ് മീൻസ് ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്. അതായത് ഹൈ പ്രൈസ് ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസറിന് ഇഷ്ടമാണ്, കാരണം അയാൾ സപ്ലൈ റൈസ് ചെയ്യും, ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. ബട്ട് അറ്റ് എ ലോ പ്രൈസ് ഹി റെഡ്യൂസസ് ദ സപ്ലൈ. അങ്ങനെ കച്ചവടക്കാർ ചെയ്യത്തുള്ളൂ, അവർ പ്രോഫിറ്റിന് വേണ്ടി ഇരിക്കുന്നവരാണ്. അപ്പോൾ ഹൈ പ്രൈസ് ആണെങ്കിൽ സപ്ലൈ അവർ റൈസ് ചെയ്യും, അവർക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടും. നേരെ മറിച്ച് ലോ പ്രൈസ് ആണെങ്കിൽ അവർ സപ്ലൈ റെഡ്യൂസ് ചെയ്യും, പ്രോഫിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. ഇനി അതുപോലെ തന്നെ ഈ പ്രൈസ് അവർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രീതി കാണിക്കും. ഒരു മിനിമം പ്രൈസ് മാർക്കറ്റ് നോക്കും. ആ മിനിമം പ്രൈസിനും വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ, അതായത് പ്രൈസ് റെഡ്യൂസ് ചെയ്തല്ലേ ഡിക്രീസ് ചെയ്ത് മിനിമം പ്രൈസിന് താഴെ എത്തിയാൽ ആ പ്രൈസിനെ റിസർവ്ഡ് പ്രൈസ് എന്ന് പറയും. ഓർത്തിരുന്നോണം, വാട്ട് ഈസ് റിസർവ്ഡ് പ്രൈസ്? എന്താ റിസർവ്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ? ദ പ്രൈസ് ബിലോ വിച്ച് ദ പ്രൊഡ്യൂസർ വിൽ നോട്ട് ബി വില്ലിംഗ് ടു സെൽ. അതായത് ഒരു സാധാരണ പ്രൈസിനേക്കാൾ താഴെ എത്തിക്കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ആ പ്രോഡക്റ്റ് വിൽക്കാൻ ഒരു പ്രൊഡ്യൂസർ തയ്യാറാകത്തില്ല, കാരണം അവൻ്റെ പ്രോഫിറ്റ് കുറയും. അത്തരം പ്രൈസിനെ വിളിക്കുന്ന പേരാണ് റിസർവ്ഡ് പ്രൈസ് എന്ന് പറയും. ഓർത്തോണം. അപ്പോൾ ദ പ്രൈസ് ബിലോ വിച്ച് ദ പ്രൊഡ്യൂസർ വിൽ നോട്ട് ബി വില്ലിംഗ് ടു സെൽ ഈസ് കോൾഡ് റിസർവ്ഡ് പ്രൈസ്. ഓർത്തിരുന്നോണം. ദാറ്റ് റിസർവ്ഡ് പ്രൈസ് ഡിപ്പെൻസ് ഓൺ, അത് ചില കാര്യങ്ങളെ ആസ്പദമാക്കിയിരിക്കും. ഫോർ എക്സാമ്പിൾ ഡ്യൂറബിലിറ്റി, കമോഡിറ്റിയുടെ ആ ദൈർഘ്യം, ഡ്യൂറബിലിറ്റി. അതുപോലെ എസ്റ്റിമേറ്റഡ് പ്രൈസ്, സ്റ്റോറേജ് ചാർജ്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇതിനെയൊക്കെ ആസ്പദമാക്കിയിരിക്കുന്ന പ്രൈസാണ് റിസർവ്ഡ് പ്രൈസ് എന്ന് പറയും. അത് ഓർത്തണം. ദെൻ വാട്ട് ആർ ദ അസംഷൻസ് ഓഫ് ലോ ഓഫ് സപ്ലൈ? ലോ ഓഫ് സപ്ലൈയിൽ ചില അസംഷൻസ് ഉണ്ട്. എന്തൊക്കെയാ? നോ ചേഞ്ച് ഇൻ ദ ഗോൾ ഓഫ് ദ ഫേം. ഫേമിൻ്റെ ഗോൾ നമുക്കറിയാം, മാക്സിമം സെയിൽസും മാക്സിമം പ്രോഫിറ്റും, അതിന് യാതൊരു മാറ്റവുമില്ല. അതുപോലെ തന്നെ നോ ചേഞ്ച് ഇൻ ടെക്നോളജി ഓർ ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ടെക്നോളജിയിൽ അല്ലെ പ്രൊഡക്ഷൻ ടെക്നോളജി റിമെയിൻ ദ സെയിം ആണ്, മാറ്റമില്ല. അതുപോലെ നോ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അവിടെയും മാറ്റമില്ല. അതുപോലെ നോ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമോഡിറ്റിയുടെ, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട്, കോംപ്ലിമെൻ്ററി ഒക്കെ, അതിലൊന്നും മാറ്റം വരുത്തില്ല. അതുപോലെ നോ എക്സ്പെക്ടേഷൻ ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് കമോഡിറ്റി, അതായത് ഫ്യൂച്ചർ ചേഞ്ച് ഇൻ പ്രൈസ്, അതും ഇവിടെ ബാധകമല്ല. നോ എക്സ്പെക്ടേഷൻ. അതുപോലെ തന്നെ വർക്കിംഗ് അറ്റ് ഇറ്റ്സ് ഫുൾ കപ്പാസിറ്റി. ഒരു ഫേം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. ഇതിലൊരു 4-5 എണ്ണം അല്ലെങ്കിൽ ഒരു 2-3 എണ്ണം ഓർത്തിരുന്നതാണ്. സാധാരണഗതിയിൽ ലോ ഓഫ് സപ്ലൈ ഒക്കെ ഡിഗ്രിക്കൊക്കെ ഷോർട്ട് നോട്ട്, ഡിഗ്രിക്ക് +2 ധാരാളം ഉണ്ട്. എംഎയുടെയും ബേസ് ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ലോ ഓഫ് സപ്ലൈ വർക്ക് ചെയ്യാത്ത ചില ഏരിയ ഉണ്ട്. നമ്പർ 1,
The law of supply does not apply in the case of agricultural products. Agricultural productil അല്ലെ agricultural product പ്രൈസിൽ ഈ ലോ ഓഫ് സപ്ലൈ വർക്ക് ചെയ്യത്തില്ല. കാരണം എന്താ വെച്ചാൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ മെയിൻലി റിലേറ്റഡ് ടു നാച്ചുറൽ ഫാക്ടേഴ്സ്. കാരണം നാച്ചുറൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫ്ലഡ്സ്, അതുപോലെ തന്നെ ഫാമിന്, ഡ്രോട്ട് എന്നൊക്കെ പറയും. അതായത് വെള്ളപ്പൊക്കമോ വരൾച്ചയോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രൈസിൽ വേരിയേഷൻ ഉണ്ടാകും, അഗ്രികൾച്ചർ പ്രൊഡക്ഷനിൽ വേരിയേഷൻ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ പ്രൈസിൽ യാതൊരു കാരണവശാലും ലോ ഓഫ് സപ്ലൈ വർക്ക് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് അപ്ലൈ ഇൻ ദ കേസ് ഓഫ് പെരിഷബിൾ ഗുഡ്. പെരിഷബിൾ ഗുഡ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിൻ്റെ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം ഒരുപാട് കാലത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത്തരം കമോഡിറ്റികൾ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ പെരിഷബിൾ ഗുഡ്സിൽ ലോ ഓഫ് സപ്ലൈ വർക്ക് ചെയ്യത്തില്ല. അതുപോലെ ഇറ്റ് ഡസ് നോട്ട് അപ്ലൈ ഇൻ ദ കേസ് ഓഫ് ലേബർ ആൻഡ് ഓൾസോ ദെയർ ചേഞ്ച് ഇൻ വേജ് റേറ്റ്. ലേബർ ചേഞ്ച് ഇൻ വേജ് റേറ്റ്, അതായത് ലേബർ സപ്ലൈ ഡിക്രീസസ് വിത്ത് റൈസ് ഇൻ വേജ് എന്ന് പറയും. ലേബർ സപ്ലൈ ഡിക്രീസസ് വിത്ത് റൈസ് ഇൻ വേജ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഫാമിലിയിൽ പിന്നെ ഒരു 3-4 പേര് വർക്കേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അവർക്ക് ലോ വേജ് റേറ്റാണ് കിട്ടുന്നതെങ്കിൽ അവരെല്ലാവരും വർക്കിന് പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേജ് റേറ്റ് കുറവായതുകൊണ്ട്. നേരെ മറിച്ച് വേജ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ മടിയരാകും. പിന്നെ കാരണം വേജ് റേറ്റ് പോകുന്നതിന് നല്ല വേജ് ഉണ്ടല്ലോ, അപ്പോൾ ബാക്കിയുള്ളവർ വീട്ടിൽ ഇരിക്കും. അപ്പോൾ അങ്ങനെ വേജ് റേറ്റ് കൂടിയാൽ പിന്നെ ലേബർ സപ്ലൈ കുറയും. വേജ് റേറ്റ് കുറഞ്ഞാൽ, അപ്പോൾ അത് ഓർത്തെടുത്തോണം, വേജ് റേറ്റ് കുറവാണെങ്കിൽ കൂടുതൽ സപ്ലൈ ഓഫ് ലേബർ വരും. നേരെ മറിച്ച് വേജ് റേറ്റ് കൂടിയാൽ അവർ ഹാപ്പിയാണ്, കാരണം കൂടുതൽ വേജ് റേറ്റ് ഉണ്ട്, അപ്പോൾ വീട്ടിലെ ആൾക്കാരെല്ലാം പോയി വർക്ക് ചെയ്യണ്ട. അപ്പോൾ അങ്ങനത്തെ സപ്ലൈ ഉണ്ട്. അതിനെ നമ്മൾ ഒരു പേരിട്ട് വിളിക്കാറുണ്ട്, പിന്നെ ബാക്ക്വേർഡ് സപ്ലൈ കർവ്, ബാക്ക്വേർഡ് ബെൻഡിങ് സപ്ലൈ കർവ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പഠിച്ചു കാണുമായിരിക്കാം. ബാക്ക്വേർഡ് ബെൻഡിങ് സപ്ലൈ കർവ്, സാധാരണഗതി സപ്ലൈ കർവ് അപ്വേർഡിലേക്കാണ് പോകുന്നത്. ഇവിടെയാണെങ്കിൽ ഞാനതൊന്ന് വരച്ച് കാണിക്കാം, തണ്ടിഞ്ഞൊരു വരും. അതായത് പിന്നെ ഇവിടെ വേജ് റേറ്റ് കൊടുക്കാം, അതായത് OYയിൽ OXൽ ലേബറിനും കൊടുക്കാം. അതായത് ബാക്ക്വേർഡ് സപ്ലൈ കർവ് എന്ന് പറയുമ്പോൾ ഏകദേശം തണ്ടിഞ്ഞന് വരും. SS സപ്ലൈ കർവ്. ഇപ്പോൾ സപ്പോസ് പ്രൈസ് വേജ് റേറ്റ് തണ്ട് ഇത്രയാണ് P ആണെന്ന് വിചാരിക്കുക, വേജ് റേറ്റ് P. ആ സമയത്ത് ടോട്ടൽ സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത് M ആണെന്ന് അല്ലെങ്കിൽ Q ആണെന്ന് വിചാരിക്കുക. Q ക്വാണ്ടിറ്റി ഓഫ് ലേബർ Q ആണ്. അപ്പോൾ നമുക്ക് OP വളരെ ചെറിയൊരു വേജ് റേറ്റ് ആണ്, അപ്പോൾ ലേബർ സപ്ലൈ OQ ആണ്. നേരെ മറിച്ച് പ്രൈസ് കൂടുന്നു അല്ലെങ്കിൽ വേജ് റേറ്റ് കൂടുന്നു, P1 ആയിട്ട് വേജ് റേറ്റ് കൂടി എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ വേജ് കിട്ടുന്നല്ലോ, അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ വീട്ടിലിരിക്കും, പുറത്തോട്ട് ഇറങ്ങത്തില്ല. കാരണം കൂടുതൽ വർക്കേഴ്സ് വരത്തില്ല. എന്താ നോക്ക്, Pയിൽ നിന്ന് P1ലേക്ക് വേജ് റേറ്റ് കൂടിയപ്പോൾ വർക്കേഴ്സിൻ്റെ എണ്ണം Qയിൽ നിന്ന് Q1ലേക്ക് കുറഞ്ഞു. കണ്ടോ? അപ്പോൾ വേജ് റേറ്റ് കൂടിയാൽ ലേബർ സപ്ലൈ കുറയും, വേജ് റേറ്റ് കുറഞ്ഞാൽ ലേബർ സപ്ലൈ കൂടും. ഇത്തരം തരത്തിലുണ്ടാകുന്ന അതാണ് കണ്ടോ SS എന്ന് പറയുന്ന ആ കർവിനെ നമ്മൾ ബാക്ക്വേർഡിലേക്ക് ബെൻഡ് ചെയ്യുകയാണ്. അതിനെ ബാക്ക്വേർഡ് ബെൻഡിങ് സപ്ലൈ കർവ് എന്നൊക്കെ പറയും. പിന്നെ നമുക്കറിയാം സപ്ലൈ കർവ് പറയുമ്പോൾ മൂവ്മെന്റ് ആൻഡ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ്, മൂവ്മെന്റ് ആൻഡ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ്. മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിമാൻഡിൽ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റൻഷൻ ആൻഡ് കൺട്രാക്ഷൻ, അതിനെയാണ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സപ്ലൈ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രൈസ്, അതായത് പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടുന്നു, അതിനെ എക്സ്റ്റൻഷൻ എന്ന് പറയും. ഇനി കോൺട്രാക്ഷൻ ഉണ്ട്, സപ്ലൈ ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ പ്രൈസ്, പ്രൈസ് കുറയുമ്പോൾ സപ്ലൈയും കുറയും, അതിനെ നമ്മൾ എന്ത് പറയും, കൺട്രാക്ഷൻ എന്ന് പറയും. അതിനെയാണ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ അതുമൊന്ന് വരച്ച് കാണിക്കാം. മൂവ്മെന്റ് വേണമെങ്കിൽ അവിടോട്ടൊന്ന് എഴുതിയേക്കണം, മൂവ്മെന്റ് ഓഫ് സപ്ലൈ കർവ്. അത് OXൽ ചെറിയൊരു പടമായിട്ട് ഓർത്തിരുന്നാൽ മതി. OXൽ നമ്മൾ സപ്ലൈ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ OYയിൽ പ്രൈസും ഉണ്ട്. ഇപ്പോൾ സപ്പോസ് പ്രൈസ് പിന്നെ P ആണെന്ന് വിചാരിക്കുക, പ്രൈസ് P P ആണ്. ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്ന് പറയുന്നത് OM ആണ്. അപ്പോൾ OP എന്ന് പറയുന്ന പ്രൈസാണ്, അതുപോലെ OM എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി സപ്ലൈഡ് ആണ്. അപ്പോൾ ഇനിയും സപ്പോസ് പ്രൈസ് കൂടിയെന്ന് വിചാരിക്കുക, പ്രൈസ് P1 ആയിട്ട് കൂടി, P1 ആയിട്ട് പ്രൈസ് കൂടി, അപ്പോൾ അതാണ്ട് നോക്ക് സപ്ലൈയും കൂടി. കണ്ടോ? അപ്പോൾ M1 ആയിട്ട് Pയിൽ നിന്ന് P1ലേക്ക് പ്രൈസ് കൂടിയപ്പോൾ സപ്ലൈ Mൽ നിന്ന് M1ലേക്ക് കൂടി. അതുപോലെ സപ്ലൈ പ്രൈസ് കുറയുകയാണെന്ന് വിചാരിക്കുക, P2 ആയിട്ട് പ്രൈസ് കുറഞ്ഞു. അങ്ങനെ കുറയുമ്പോൾ നോക്കൂ സപ്ലൈയും കുറയും, അത് നമുക്ക് M2 എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? OP പ്രൈസിൽ OM ക്വാണ്ടിറ്റിയാണ് അല്ലെ സപ്ലൈ ആണ്. പ്രൈസ് കൂടി OP1 ആയിട്ട് കൂടി, OP1 ആയിട്ട് കൂടിയപ്പോൾ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്ത് OM1 ആയിട്ട്. നേരെ മറിച്ച് പ്രൈസ് കുറഞ്ഞു, OP2 ആയിട്ട് കുറഞ്ഞു, അപ്പോൾ എന്ത് പറ്റി? ക്വാണ്ടിറ്റി സപ്ലൈയും കുറഞ്ഞു. ആ 3 എൻഡുകൾ, ആ ബെൻഡുകൾ ചേർത്തൊരു ലൈൻ വരച്ചാട്ട് ഇതിനെ നമുക്ക് സപ്ലൈ കർവ് എന്ന് പറയാം. കണ്ടോ? സപ്ലൈ കർവാണ്. ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുക, ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, A എന്ന് കൊടുക്കുക, ഇത് B ആണ്, ഈ പോയിന്റ് C ആണ്.
എയിൽ നിന്ന് ബിയിലോട്ടുള്ള ആ പോയിന്റിനെ ഇതിനെയാണ് നമ്മൾ എക്സ്റ്റൻഷൻ, സപ്ലൈയുടെ എക്സ്റ്റൻഷൻ എന്ന് പറയാം, അല്ലെ എക്സ്പാൻഷൻ എന്ന് പറയും. ഇനി എയിൽ നിന്ന് സിയിലേക്ക് അതിനെ നമ്മൾ കൺട്രാക്ഷൻ എന്ന് പറയും. കൺട്രാക്ഷൻ അത് ഒന്ന് ഓർത്തിരുന്നതാണ്, കൺട്രാക്ഷൻ. കണ്ട, അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള സപ്ലൈയുടെ ആ മൂവ്മെന്റിനെ നമ്മൾ എക്സ്റ്റൻഷൻ അല്ലെ എക്സ്പാൻഷൻ ഓഫ് സപ്ലൈ എന്ന് പറയും. ഇനി എയിൽ നിന്ന് സിയിലേക്കുള്ള മൂവ്മെന്റ് ഡൗൺവേർഡ് മൂവ്മെന്റ് ആണ്, അതിനെ നമ്മൾ കോൺട്രാക്ഷൻ എന്ന് പറയും. രണ്ടും നമ്മൾ വ്യത്യാസം കണ്ടല്ലോ. അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്തു, സപ്ലൈ ഇൻക്രീസ് ചെയ്തു, എക്സ്റ്റൻഷൻ. ഇനി പ്രൈസ് ഡിക്രീസ് ചെയ്തു, സപ്ലൈയും ഡിക്രീസ് ചെയ്തു, കോൺട്രാക്ഷൻ. ഇങ്ങനെ നമുക്കതിനെ വരച്ച് കാണിക്കാം. ഇതേപോലെ തന്നെ പിന്നെ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ സപ്ലൈ ഉണ്ട്, അതിനെ നമ്മൾ ഷിഫ്റ്റ് എന്ന് പറയും. ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ് എന്ന് പറയും. ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സപ്ലൈ ചേഞ്ചസ് സം ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ് അല്ലാതെ മറ്റ് ഫാക്ടേഴ്സ്. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ടെക്നോളജി, ഇൻപുട്ട് പ്രൈസ്, അതല്ലെങ്കിൽ ടാക്സേഷൻ പോളിസി, അതുമല്ലെങ്കിൽ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്, ഇതുപോലുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രൈസ് അല്ലാതെ മറ്റേതെങ്കിലും കാരണവശാൽ സപ്ലൈ ചേഞ്ച് ചെയ്താൽ അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ എന്ന് പറയുന്നത്. ഷിഫ്റ്റ് അതിന് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇൻക്രീസ് ഇൻ സപ്ലൈ എന്ന് പറയും. ഇൻക്രീസ് ഇൻ സപ്ലൈ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ സപ്ലൈ ആസ് എ റിസൾട്ട് ഓഫ് സം ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ് എന്ന് പറയും. പ്രൈസ് അല്ലാതെ മറ്റ് ചില ഫാക്ടേഴ്സിൻ്റെ കാരണം കൊണ്ട് സപ്ലൈ ചേഞ്ച് ചെയ്താൽ, സപ്ലൈ ഇൻക്രീസ് ചെയ്താൽ അതിനെ ഇൻക്രീസ് ഇൻ സപ്ലൈ എന്ന് പറയും. ഇനിയും സപ്ലൈ ഡിക്രീസ് ചെയ്യുക, പ്രൈസ് അല്ലാതെ മറ്റ് ഫാക്ടേഴ്സ് കൊണ്ട് സപ്ലൈ ഡിക്രീസ് ചെയ്താൽ അതിനെ ഡിക്രീസ് ഇൻ സപ്ലൈ എന്ന് പറയും. അപ്പോൾ ഇൻക്രീസ് ഇൻ സപ്ലൈ, ഡിക്രീസ് ഇൻ സപ്ലൈ. അപ്പോൾ ഇൻക്രീസ് ഇൻ സപ്ലൈ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ സപ്ലൈ ബിക്കോസ് ഓഫ് സം ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ് അല്ലാതെ മറ്റേതെങ്കിലും ഫാക്ടേഴ്സിൻ്റെ കാരണം കൊണ്ട്, മുമ്പേ പറഞ്ഞ ഫാക്ടേഴ്സിൻ്റെ കാരണം കൊണ്ട് സപ്ലൈ ഇൻക്രീസ് ചെയ്താൽ അതിനെ ഇൻക്രീസ് ഇൻ സപ്ലൈ എന്നും, അതുപോലെ തന്നെ സപ്ലൈ ഡിക്രീസ് ചെയ്താൽ അതിനെ ഡിക്രീസ് ഇൻ സപ്ലൈ എന്നും പറയും. അതും ഞാനൊന്ന് വരച്ച് കാണിക്കാം, അതും ഇതിൻ്റെ അകത്തിലൊന്ന് ഓർത്തിരിക്കുക. ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് അതൊന്നും മുമ്പലത്തെ പടം പോലെ തന്നെ ഇവിടെ പ്രൈസിൽ മാറ്റമില്ല, പ്രൈസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ പ്രൈസ്, ഇവിടെ വേജ് റേറ്റ്, ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രൈസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പി എന്ന് പറയുന്ന പ്രൈസ് കോൺസ്റ്റൻ്റ് പ്രൈസാണ്. ഇപ്പോൾ സപ്ലൈ, ഒറിജിനൽ സപ്ലൈ എന്ന് പറയുന്നത് SS ആണെന്ന് വിചാരിക്കുക. SS ഒറിജിനൽ സപ്ലൈ എന്ന് പറയുന്നത് SS ആണ്. ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ്, ഇന്റർസെക്ഷൻ പോയിന്റ്, ആ സമയത്ത് ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത്, ഇവിടെ വേജ് അല്ല, ഇവിടെ സപ്ലൈ ആണ്. OX സപ്ലൈ ആണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ പ്രൈസ് OP, ആ സമയത്ത് ടോട്ടൽ ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്ന് പറയുന്നത് OQ ആണെന്ന് വിചാരിക്കുക. OQ. അപ്പോൾ പ്രൈസ് OP ആണ്, ക്വാണ്ടിറ്റി സപ്ലൈഡ് OQ ആണ്. ഇനി സപ്പോസ് സപ്ലൈ ഇൻക്രീസസ്, നമുക്ക് വേണമെങ്കിൽ ഒരു ഡോട്ടഡ് സപ്ലൈ കർവായിട്ട് വരയ്ക്കാം. സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ S1 എന്ന് പറയാം. പക്ഷേ പ്രൈസ് കോൺസ്റ്റന്റ് അതാണ്ട് B തന്നെ. എന്നാൽ സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു, Q1. കണ്ട, അപ്പോൾ സെയിം പ്രൈസിൽ സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു. കണ്ട, സെയിം പ്രൈസിൽ മാറ്റമല്ല, മറ്റ് ഫാക്ടേഴ്സിലാണ് മാറുന്നത്. അതുകൊണ്ട് സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതിനെ നമുക്ക് ഈ ഭാഗത്തെ, അതായത് എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഈ ഷിഫ്റ്റിനെ നമുക്ക് ഇൻക്രീസ് ഇൻ സപ്ലൈ എന്ന് പറയാം. ഇൻക്രീസ് ഇൻ സപ്ലൈ. ഇതേപോലെ സപ്ലൈ കുറയുകയും ചെയ്യാം, ലെഫ്റ്റ് വേർഡിലേക്കുള്ള ഒരു ഷിഫ്റ്റ്. നമുക്കതൊരു ഡോട്ടഡ് ലൈനിലൂടെ കാണിക്കാം. S2 അവിടെയും പ്രൈസ് കോൺസ്റ്റന്റ് ആണ്. C എന്ന് വിചാരിക്കുക പ്രൈസ്. ആ സമയത്ത് സപ്ലൈ എന്ന് പറയുന്ന Q2 ആണ്. കണ്ട, അപ്പോൾ സപ്ലൈ പ്രൈസ് സെയിം ആണ്. അപ്പോൾ പ്രൈസ് അല്ലാതെ മറ്റ് ഫാക്ടേഴ്സിൽ ചേഞ്ച് ഉണ്ടായി. ഇപ്പോഴത്തെ അപ്പോൾ സപ്ലൈ കുറഞ്ഞു, S2 അതിനെ ഡിക്രീസ് ഇൻ സപ്ലൈ എന്ന് നമ്മൾ പറഞ്ഞു. ആ സമയത്ത് നോക്ക്, പ്രൈസ് റിമൈനിങ് ദ സെയിം, പക്ഷേ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഡിക്രീസിങ്. കണ്ട, ഇവിടെ എന്താ സംഭവിച്ചത്? ലെഫ്റ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എയിൽ നിന്ന് സിയിലേക്ക് ഷിഫ്റ്റ് കുറഞ്ഞാൽ സപ്ലൈ കുറഞ്ഞാൽ അതിനെ ഡിക്രീസ് ഇൻ സപ്ലൈ എന്ന് പറയും. ഡിക്രീസ് ഇൻ സപ്ലൈ അതുകൂടി ഇതിൻ്റെ അകത്തിൽ ഓർത്തിരുന്നതാണ്. അപ്പോൾ ഇൻക്രീസ് ഇൻ സപ്ലൈ, അപ്പോൾ ഇൻക്രീസ് ഇൻ സപ്ലൈ A to B ആണ്, പ്രൈസ് കോൺസ്റ്റന്റ് ആണ്, സപ്ലൈ റൈസ് ചെയ്തു, ക്വാണ്ടിറ്റി കൂടി. നേരെ കുറച്ച് ഡിക്രീസ് ഇൻ സപ്ലൈ എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് സിയിലേക്ക് സപ്ലൈ റെഡ്യൂസ് ചെയ്തു, ടോട്ടൽ ക്വാണ്ടിറ്റി സപ്ലൈ Q2 ആയിട്ട് കുറയുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ലോ ഓഫ് സപ്ലൈക്കകത്തിൽ ഓർത്തിരുന്നതാണ്. ഇനി ഇതിനൊരു മൂന്നാം ഭാഗമുണ്ട്, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. അത് അടുത്ത ദിവസം.